ഹായ് ഡിയേഴ്സ്, ഞങ്ങളുടെ മൈസൂർ യാത്രയിൽ ഞങ്ങൾ ഒരു ദിവസം എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കണ്ടാലോ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഓൾറെഡി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയ പുട്ടും ചെറുപയർ കറിയായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കൂർഗ് ലേക്ക് വ്യൂ ഹോട്ടലിലെത്തി. അവിടുന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. ഞാൻ രണ്ട് പൊറോട്ടയും അതുപോലെ തന്നെ പെപ്പർ മട്ടൺ മസാലയും കഴിച്ചു. ടോൺചേട്ടായി ഫ്രൈഡ് റൈസും പെപ്പർ മട്ടൺ മസാല സെയിം കറി തന്നെ ഞങ്ങൾ വാങ്ങിയത്, അത് കഴിച്ചു. ഞങ്ങളതിന് കൂടത്തിൽ കുടിക്കാനായിട്ട് വാങ്ങിയത് ലൈം ടീ ആയിരുന്നു. അവിടുത്തെ ഫുഡ് മോശം പറയാനൊന്നുമില്ല. നല്ല പൊറോട്ടയും മട്ടനൊക്കെ നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല കുരുമുളക് പൊടിയുടെയൊക്കെ നല്ലൊരു എരിവുണ്ടായിരുന്നു. അതുപോലെ ഫ്രൈഡ് റൈസും ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഫ്രൈഡ് റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈം ടീയും കുറച്ച് മധുരം കുറവാണെങ്കിലും ഇച്ചിരി പുളി അധികമായിരുന്നു. ഇച്ചിരി പഞ്ചസാര ഇട്ടാൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ പിന്നെ രണ്ടാമത് പഞ്ചസാര ഇടിപ്പിക്കാനൊന്നും പോയില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്തുകൊണ്ട് പൊറോട്ട എൻ്റെ ഫേവറേറ്റ് സാധനം പൊറോട്ട. പക്ഷേ പൊറോട്ട അടിപൊളി, നല്ല പൊറോട്ട. അപ്പം തന്നെ അവരുണ്ടാക്കി നല്ല ചൂടുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. രണ്ടിനും പൊറോട്ടയ്ക്കും കറിക്കും ഒക്കെ നല്ല ചൂടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വഴി പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പിള്ളേർ അവിടെ വിൽക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് 1 കിലോ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മുറിക്കാൻ കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ തോലിങ്ങനെ മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ എടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമായി. ഇപ്പം വൈകുന്നേരം ഞങ്ങൾ ലഞ്ച് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി തിരിച്ച് പോരാൻ നേരത്ത് 1 ഗ്ലാസ് ചായയും ഒരു തേങ്ങാ ബന്നുണ്ട്, അതും കൂടി വാങ്ങി. ഇതിപ്പോൾ ഞങ്ങൾ മൈസൂരിൽ നിന്നാണ് കഴിക്കുന്നത്. അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് ഞങ്ങൾ ആ വാങ്ങിയ ഫ്രൂട്ട്സ് കഴിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.